എന്നാലും വലിയങ്ങാടിയിലെ അപകടത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. കോർപ്പറേഷനിലെ ഭരണപക്ഷ കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും വ്യാപാരികളിൽ നിന്ന് പണം കൈപ്പറ്റിയാണ് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതെന്നും പ്രതിപക്ഷ കൌൺസിലർ ഫാത്തിമ തഹ്ലിയ. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാരും കോർപ്പറേഷനും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ആവശ്യമുണ്ട്. വിഷയത്തിൽ ഇന്ന് അടിയന്തര കൌൺസിൽ ചേരാൻ പ്രതിപക്ഷം നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ഫാത്തിമ തഹ്ലിയ മീഡിയ വണ്ണിനോട് പറഞ്ഞു. നിലവിൽ ഇത് പൊളിക്കാൻ വെച്ചിരിക്കുന്ന കെട്ടിടമാണ്. 2 വർഷത്തോളമായി ഇത് കംപ്ലീറ്റ്ലി ഡെസേർട്ടഡ് ആയി കിടക്കേണ്ട കെട്ടിടമാണ്. പക്ഷേ അവിടെ എങ്ങനെ ഇപ്പോഴും പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ആശങ്ക തോന്നുന്ന കാര്യമാണ്. അപ്പോൾ വളരെ ഗൗരവത്തിലാണ് ഞങ്ങൾ ഈ വിഷയത്തിന് എടുക്കുന്നത്. നിലവിൽ നഗരത്തിൻ്റെ ഉള്ളിൽ തന്നെ പൊളിക്കാൻ വേണ്ടി ഓർഡറായിട്ടുള്ള കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങളിൽ ഇന്ന് പല കച്ചവടങ്ങളും നടക്കുന്നുണ്ട്, ഗോഡൗണുകളായി പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ ഇവിടെ വർക്ക് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും വരുന്ന കൗൺസിൽ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, അടിയന്തര കൗൺസിൽ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാവശ്യം ഞങ്ങൾ മേയർക്ക് രേഖാമൂലം എഴുതി നൽകിയിട്ടുമുണ്ട്. ഇതിലെന്താണോ നിയമ നടപടി നമുക്ക് സ്വീകരിക്കാൻ പറ്റുക അത് എടുക്കണം. ഇതിൽ പ്രതികൾ ആരാണെങ്കിലും, അത് കോർപ്പറേഷൻ്റെ ഏത് വലിയ കൊമ്പത്തുള്ള ആളാണെങ്കിലും അവർക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും.